നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ് CV ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണർ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി 3-ാം തവണയും നിയമിതനായത് ജയ്ഷ. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച സംഗീത ബാൻഡ് അരകവ്യൂഹം. മെഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1 എന്നീ ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഇറാൻ. ഗവേഷണാവശ്യങ്ങൾക്കുള്ള മെയ്ദ, വാർത്താവിനിമയ സൗകര്യങ്ങൾക്കുള്ള കൈഹാൻ 2, ഹാത്തിഫ് 1 എന്നീ ഉപഗ്രഹങ്ങൾ സിംറോഫ് റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. പാർസൽ ഭക്ഷണത്തിൻ്റെ കവറിന് പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ലേബൽ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തന്മയ് അഗർവാൾ. 147 പന്തിലാണ് ഹൈദരാബാദ് താരം തന്മയ് അഗർവാൾ ട്രിപ്പിൾ സെഞ്ചുറി തികച്ചത്. ഫസ്റ്റ് ക്ലാസ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകളെന്ന റെക്കോർഡും തന്മയ് സ്വന്തമാക്കി. 26 സിക്സറുകളാണ് താരം നേടിയത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2024 തീം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ്. 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റാംസർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഈ ദിവസത്തിൻ്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഫെബ്രുവരി 2 ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. മലേഷ്യയുടെ പുതിയ രാജാവായി സ്ഥാനമേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ. 2024 ജനുവരിയിൽ രാജിവെച്ച ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ട്രാൻസ്പരൻസി ഇൻ്റർനാഷണലിൻ്റെ 2023 അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. ഡെൻമാർക്കാണ് ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം. തുടർച്ചയായ 6-ാം വർഷമാണ് ഡെൻമാർക്ക് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തുന്നത്. 2-ാം സ്ഥാനം ഫിൻലാൻഡ്, 3-ാം സ്ഥാനം ന്യൂസിലാൻഡ്. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകൾ 9-ാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്തുമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവിന് പാകിസ്ഥാൻ കോടതി ശിക്ഷ വിധിച്ച മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. തമിഴ് സിനിമാ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം TVK. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ചംപായി സോറൻ. സമുദ്രമേഖലയുടെ സുരക്ഷ ശക്തമാക്കാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന അതിനൂതന സാങ്കേതിക വിദ്യയുള്ള സായുധ ഡ്രോണുകൾ MQ-9B ഗാർഡിയൻ ഡ്രോണുകൾ. ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനപ്രകാരം സംസ്ഥാനത്തെ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരുടെ പുതിയ ഔദ്യോഗിക സ്ഥാനപ്പേര് സിവിൽ ജഡ്ജി. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയ 2023 ലോക മാധ്യമ വ്യക്തിയായി തിരഞ്ഞെടുത്തത് വാഇൽ അൽ ദഹ്ദൂദ്. അൽ ജസീറ ചാനലിൻ്റെ ഗാസ ബ്യൂറോ ചീഫ് ആണ് വാഇൽ അൽ ദഹ്ദൂദ്. മനുഷ്യൻ്റെ തലച്ചോറിനും
കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന ബ്രെയിൻ ചിപ്പ് വികസിപ്പിച്ച ന്യൂറോ ടെക്നോളജി കമ്പനി ന്യൂറാലിങ്ക്. 2016 ടെസ്ല തലവൻ ഇലോൺ മസ്ക് സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയാണ് ന്യൂറാലിങ്ക്. ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ പുരസ്കാരത്തിന് അർഹയായ മലയാളി പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2024 തീം ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ഇന്ത്യയിലെ ഉയർന്ന സിവിലിയൻ അവാർഡായ ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തി ലാൽ കൃഷ്ണ അദ്വാനി. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ വ്യക്തിയാണ് ലാൽ കൃഷ്ണ അദ്വാനി. ഭാരതരത്ന ബഹുമതിക്കായി ഈ വർഷം 2 മുതിർന്ന നേതാക്കളെ തിരഞ്ഞെടുത്തു. സോഷ്യലിസ്റ്റ് നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിന് ജനുവരിയിൽ ബഹുമതി പ്രഖ്യാപിച്ചിരുന്നു. 2022-23 വർഷത്തെ സാമ്പത്തിക സർവേ പ്രകാരം കേരളത്തിൻ്റെ വളർച്ച 6.6%. രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT മദ്രാസ്. 2024 വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനം ഡൽഹി എയിംസ്. സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ ബയോസയൻസിൻ്റെ പിന്തുണയോടെയാണ് ഉപകരണം വികസിപ്പിച്ചത്. നെഗറ്റീവ് പ്രഷർ, ഓക്സിജൻ ഡെലിവറി എന്നിവയുടെ സഹായത്തോടെയാണ് വേഗത്തിൽ മുറിവുണക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI സംവിധാനം ഏർപ്പെടുത്തിയ പാരീസിലെ ടവർ ഈഫൽ ടവർ. 2024 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായ്. 2024 തീം ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻറ്റ്സ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സ്നേഹാരാമങ്ങൾ. മാലിന്യം വലിച്ചെറിയുന്നത് തടയുക, വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക, ശുചിത്വത്തെക്കുറിച്ച് ജനങ്ങൾ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത്. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് സംഘടിപ്പിച്ച അഗ്രി ഫിലിം ഫെസ്റ്റിവൽ 2023 സർക്കാർ സ്ഥാപനങ്ങൾ നിർമ്മിച്ച മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ ചിത്രം മണ്ണിൽ സ്വർണവും വിണ്ണിൽ സ്വപ്നവുമായി ഗീത. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യയുടെ തുഴച്ചിൽ താരം വിഷ്ണു ശരവണൻ. രജനീകാന്ത് നായകനാകുന്ന ലാൽ സലാം എന്ന സിനിമയിലെ ഒരു ഗാനത്തിൽ അന്തരിച്ചുപോയ ബെമ്പബാക്യ, ഷാഖുൽ ഹമീദ് എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയിലൂടെ പുനഃസൃഷ്ടിച്ച് അവതരിപ്പിക്കുന്ന സംഗീത സംവിധായകൻ AR റഹ്മാൻ. ഗ്രാമി അവാർഡ്സ് 2024. 66ാമത് ഗ്രാമി പുരസ്കാരം. മികച്ച ആൽബം മിക്സ് നൈറ്റ്സ് ടൈലർ സ്വിഫ്റ്റ്. മികച്ച ഗാനം വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ, ചിത്രം ബാർബി. മികച്ച നവാഗത കലാകാരി വിക്ടോറിയ മോനറ്റ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ
ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻറ്റ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് പാഷ്തോ. ആസ് വി സ്പീക്ക് എന്ന ആൽബത്തിലെ പാഷ്തോ എന്ന ഗാനത്തിലൂടെ ഇന്ത്യയുടെ രാകേഷ് ചൗരസ്യ, ബെല ഫ്ലേക്ക്, എഡ്ഗാർ മേയർ എന്നിവർക്കൊപ്പം മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80. പുതുതായി ചേർക്കപ്പെട്ട 5 റംസാർ സൈറ്റുകൾ: അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടക, അക്കനാശിനി അഴിമുഖം കർണാടക, മഗടി കേരെ റിസർവ് കർണാടക, കരൈവട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്, ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്, 16 എണ്ണം. 2024 ഫെബ്രുവരിയിൽ 2024-25 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. 2024 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒഡീഷ. ഒഡീഷ അവതരിപ്പിച്ച ടാബ്ലോ തീം വിമൺ എംപവർമെൻറ്റ് ഇൻ വികസിത് ഭാരത്. 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗുജറാത്ത്. ഗുജറാത്ത് അവതരിപ്പിച്ച ടാബ്ലോ തീം ഡോർ ഡോ എ ഗ്ലോബൽ ഐക്കൺ ഓഫ് ഗുജറാത്ത് ബോർഡർ ടൂറിസം. 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത് തമിഴ്നാട്. തമിഴ്നാട് അവതരിപ്പിച്ച ടാബ്ലോ തീം കുഡവോലൈ സിസ്റ്റം ഇൻ ഏൻഷ്യൻ തമിഴ്നാടു മദർ ഓഫ് ഡെമോക്രസി. 2024 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രാലയങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് സാംസ്കാരിക മന്ത്രാലയം. സാംസ്കാരിക മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ തീം ഭാരത് മദർ ഓഫ് ഡെമോക്രസി. 2-ാം സ്ഥാനം ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ തീം വൈബ്രൻറ്റ് വില്ലേജസ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാള കവിയും നിരൂപകനുമായ വ്യക്തി NK ദേശം. ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. 2009 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് NK ദേശത്തിൻ്റെ മുദ്ര എന്ന കൃതിക്ക് ലഭിച്ചു. ഓൺലൈൻ ഡേറ്റാബേസായ നംബ്യ തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ നഗരമായി തുടർച്ചയായി 8-ാം തവണയാണ് അബുദാബി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ജസ്റ്റിസ് റിതു ബഹ്രി. ബൗളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ജോൺ ബ്രിട്ടാസ്. ലോക്സഭയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ ശശി തരൂർ. പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ലഹരി വിമുക്ത തീരം. മയക്കുമരുന്നിനെക്കുറിച്ച് അവബോധം നൽകുക, ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റവും വ്യാപനവും ഒഴിവാക്കുക, യുവാക്കളിലും കുട്ടികളിലും ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം ഇല്ലാതാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന നാമത്തിൻ്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്ത് TSൽ നിന്ന് TGയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. 2024 ഫെബ്രുവരിയിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 22 രൂപയ്ക്ക് ലഭ്യമാക്കുന്ന അരി ഭാരത് റൈസ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ITFOK 2024. ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് നാടകോത്സവത്തിൻ്റെ ആശയം.
1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്രാൻ, രാജസ്ഥാൻ. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത കേരളത്തിലെ ബീച്ച് പാപനാശം, വർക്കല. ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റു ഇന്ത്യൻ ബീച്ചുകൾ. കുടുംബശ്രീയുടെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് അങ്കമാലി, എറണാകുളം. വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് 2024 ലഭിച്ച കോഴിക്കോടുള്ള ബീച്ച് കാപ്പാട് ബീച്ച്. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ഇക്കോ ലേബൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റാണ് കാപ്പാടിന് ലഭിച്ചത്. ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ, മിട്ടി കാ അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്. ഇന്ത്യയിലെ ഉയർന്ന സിവിലിയൻ അവാർഡായ ഭാരതരത്നയ്ക്ക് 2024 അർഹരായ വ്യക്തികൾ കർപ്പൂരി താക്കൂർ, ലാൽ കൃഷ്ണ അദ്വാനി, നരസിംഹറാവു, MS സ്വാമിനാഥൻ, ചൗധരി ചരൺ സിംഗ്. സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമാണ് കർപ്പൂരി താക്കൂർ. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ വ്യക്തിയാണ് ലാൽ കൃഷ്ണ അദ്വാനി. ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് ലാൽ കൃഷ്ണ അദ്വാനി. ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും മുൻ പ്രധാനമന്ത്രിയുമാണ് നരസിംഹറാവു. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനാണ് MS സ്വാമിനാഥൻ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ചൗധരി ചരൺ സിംഗ്. 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. സാഫ് അണ്ടർ 90 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ഇന്ത്യ, ബംഗ്ലാദേശ്. 2024 സാഫ് അണ്ടർ 90 വനിതാ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബംഗ്ലാദേശ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായത് റഫീഖ് അഹമ്മദ്. 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേറ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം പാത്തും നിസംഗ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കുന്ന 10ാമത്തെ ക്രിക്കറ്റ് താരമാണ് നിസംഗ. ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ഫെബ്രുവരി 11. AFC ഏഷ്യൻ കപ്പ് 2023 ഫുട്ബോൾ കിരീട ജേതാക്കൾ ഖത്തർ. ഫൈനലിൽ ജോർദാനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഖത്തർ കിരീടം സ്വന്തമാക്കിയത്. AFC ഏഷ്യൻ കപ്പ് 2023 ഫുട്ബോളിന് വേദിയായ രാജ്യം ഖത്തർ. യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് അഹമ്മദ് അവദ് ബിൻ മുബാറക്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. എറണാകുളം ജില്ലയിലെ കുന്നുകര സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കുന്നുകര അഗ്രി പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് യൂണിറ്റ് വിപണിയിലെത്തിക്കുന്ന ഏത്തക്കായ, മരിച്ചീനി എന്നിവയിൽ നിന്നുള്ള വാക്വം ഫ്രണ്ട് ചിപ്സ് ചിപ്പ് കോപ്പ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലേ, ഗുൽമാർഗ്. 2024 ഏഷ്യൻ മഹാസമുദ്ര സമ്മേളനത്തിന് വേദിയായത് പെർത്ത്, ഓസ്ട്രേലിയ. ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ടായ ബാർഡിനെ ഏതു പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി. സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വരുമാനവും തൊഴിലും ലഭ്യമാക്കി സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി K-ലിഫ്റ്റ്.
ലവ്ലി ഫുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണത്തിനായി സംഘടിപ്പിച്ച തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ്റെ തുടർച്ചയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത്. 2024 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായത് ദക്ഷിണാഫ്രിക്ക. അന്താരാഷ്ട്ര T20യിൽ കൂടുതൽ സെഞ്ചുറി എന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പമെത്തിയ ക്രിക്കറ്റ് താരം ഗ്ലെൻ മാക്സ്വെൽ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. അന്താരാഷ്ട്ര T20യിൽ രോഹിത് ശർമ്മയും ഗ്ലെൻ മാക്സ്വെലും നിലവിൽ 5 സെഞ്ചുറികൾ വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാളിയായ പ്രശസ്ത ചിത്രകാരൻ A. രാമചന്ദ്രൻ 2003 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായി. 2005 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായ്. മൃഗങ്ങൾക്കായി രത്തൻ ടാറ്റ രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കുന്ന നഗരം മുംബൈ. ഡോക്ടർ BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത് ചെറുവയൽ രാമൻ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യ വനിതാ ദിനമായി ആചരിക്കുന്നത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് 2023 ഫുട്ബോൾ കിരീട ജേതാക്കൾ ഐവറി കോസ്റ്റ്. ഫൈനലിൽ നൈജീരിയയെ 2-1 പരാജയപ്പെടുത്തിയാണ് ഐവറി കോസ്റ്റ് കിരീടം സ്വന്തമാക്കുന്നത്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് കൊടിക്കുന്നിൽ സുരേഷ്. കേരള ദളിത് ലീഡേഴ്സ് ഫോറമാണ് അവാർഡ് നൽകുന്നത്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായത് ദേവിക രേഖെ. ദേവിക രേഖയുടെ ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. 2024 ഫെബ്രുവരിയിൽ UPI സേവനം ആരംഭിച്ച രാജ്യങ്ങൾ ശ്രീലങ്ക, മൗറീഷ്യസ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവാഫ് സലാം. 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവൽ അപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചേതൻ ഭഗത്. ലോകബാങ്കിൻ്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 38. 1ാം റാങ്ക് സിംഗപ്പൂർ, 2ാം റാങ്ക് ഫിൻലാൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂലിയ സെബുട്ടിൻഡെ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദത്താജി റാവു ഗെയ്ക്വാദ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻറ്റർ നിലവിൽ വന്നത് എറണാകുളം ജനറൽ ആശുപത്രി. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. ഫ്രഞ്ച് അറ്റോമിക് എനർജി കമ്മീഷൻ, ജർമ്മൻ ഹെൽത്ത് കെയർ കമ്പനിയായ സീമെൻസ്, ഹെൽത്തിനിയേഴ്സ് എന്നിവയുടെ സംയുക്ത ഗവേഷണത്തിൻ്റെ ഫലമായാണ് സ്കാനർ വികസിപ്പിച്ചത്. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റബ്. പ്രൊഫസർ V. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് R. നന്ദകുമാർ. UAEയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ജയ്വാൻ.
ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ UPI തയ്യാറാക്കിയതാണ് UAEയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം. ഇന്ത്യയുടെ റുപേ കാർഡാണ് ജയ്വാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല തൃശ്ശൂർ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം 2019 ആണ് ആദ്യമായി സംസ്ഥാനത്ത് ആരംഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത BAPS ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അബുദാബി. ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖിൽ UAE പ്രസിഡന്റ് ഫൈസക് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. 2024 പശ്ചിമ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ. സേവനങ്ങൾ ക്ഷീരകർഷകരുടെ വീട്ടുപടിക്കലെത്തിക്കുന്നതിനും വിജ്ഞാന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും മൃഗസംരക്ഷണ വകുപ്പ് കുടുംബശ്രീയുമായി ചേർന്ന് രൂപീകരിച്ച കർമ്മസേന ഹെൽപ്പ് അക്രഡിറ്റഡ് ഏജന്റ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ 2022-23. ജില്ലാ പഞ്ചായത്ത്. 1ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനതലം. 1ാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ്. 2ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം. 3ാം സ്ഥാനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടയം. ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനതലം. 1ാം സ്ഥാനം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ്. 2ാം സ്ഥാനം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ. 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് കോട്ടയം. മുനിസിപ്പാലിറ്റി സംസ്ഥാനതലം. 1ാം സ്ഥാനം ഗുരുവായൂർ നഗരസഭ തൃശ്ശൂർ. 2ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശ്ശൂർ. 3ാം സ്ഥാനം ആന്തൂർ നഗരസഭ കണ്ണൂർ. മുനിസിപ്പൽ കോർപ്പറേഷൻ 1ാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ BPCL സാങ്കേതിക സഹായത്തോടെയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞൻ ഈശ്വർ ചന്ദർ വർമ്മ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 20 ലക്ഷം കോടി വിപണി മൂല്യം മറികടന്ന ആദ്യ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ: ഗുൽസാർ, സ്വാമി രാം ഭദ്രാചാര്യ. വിഖ്യാത ഉറുദു ഹിന്ദി കവിയും ബോളിവുഡ് ഗാനരചയിതാവും ഓസ്കാർ ജേതാവുമാണ് ഗുൽസാർ. സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീകാചാര്യനുമായ സ്വാമി രംഗഭദ്രാചാര്യ മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസീപീഠ സ്ഥാപകനാണ്. 2024 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹം INSAT-3DS. GSLV F-14 വിക്ഷേപണ വാഹനം. 2274 കിലോഗ്രാം ഭാരമുള്ള INSAT-3DS ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. മിഷൻ ഡയറക്ടർ ടോമി ജോസഫ്. സാറ്റലൈറ്റ് ഡയറക്ടർ ഇംതിയാസ് അഹമ്മദ്. 2024 ഫെബ്രുവരിയിൽ യുവതീ-യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം മ്യാൻമർ. 45ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. സംസ്ഥാനത്തുടനീളം സമഗ്രമായ ജാതി സർവേ നടത്തുന്നതിനുള്ള പ്രമേയം പാസാക്കിയ സംസ്ഥാനം തെലങ്കാന. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയ കേരള നിയമസഭ 15ാം കേരള നിയമസഭ.
വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. ഫൈനലിൽ തായ്ലൻഡിനെ 3-2 തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ടീമിലെ മലയാളി ബാഡ്മിൻ്റൺ താരം ട്രീസ ജോളി. 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിന് വേദിയായത് മലേഷ്യ. നവകേരള നിർമ്മിതിക്കുള്ള പുതിയ ചുവടുവയ്പ്പിൻ്റെ ഭാഗമായി സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുമുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുന്ന പരിപാടി നവകേരള കാഴ്ചപ്പാടുകൾ. ഒന്നാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും വിധി പ്രസ്താവിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരപ്പുറ സൗരോർജ പദ്ധതി PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രബോവോ സുബിയാന്തു. സമാധാന നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം ദ ഫ്രീഡം തിയേറ്റർ. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തിനെതിരെ 2024 ഫെബ്രുവരിയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ലോക സാമൂഹ്യ നീതി ദിനം ഫെബ്രുവരി 20. സാമൂഹ്യ നീതിയുടെ തത്വങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് എല്ലാ വർഷവും ഫെബ്രുവരി 20 ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നത്. ബാഫ്റ്റ പുരസ്കാരങ്ങൾ 2024. 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ബാഫ്റ്റ അവാർഡ്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ, സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. മികച്ച ആനിമേഷൻ ചിത്രം ദ ബോയ് ആൻഡ് ദ ഹെറോൺ, സംവിധാനം ഹയാ മിയാസാക്കി. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി എമ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോഫ്, ചിത്രം ദ ഹോൾ ഡോവേഴ്സ്. 7 പുരസ്കാരങ്ങൾ ഓപ്പൺഹൈമർ സ്വന്തമാക്കി. മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച സഹനടൻ, ഒറിജിനൽ സ്കോർ, ഛായാഗ്രഹണം, എഡിറ്റിംഗ് എന്നീ പുരസ്കാരങ്ങളും ഓപ്പൺഹൈമർ സ്വന്തമാക്കി. ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബോളിവുഡ് താരം ദീപിക പദുക്കോൺ. മത്സ്യഫെഡിൻ്റെ കീഴിൽ വല നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ, ആലപ്പുഴ. വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ 16ാമത് സമ്മേളനത്തിന് വേദിയായത് കാഠ്മണ്ഡു, നേപ്പാൾ. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. 2024 തീം മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എ പില്ലർ ഓഫ് ലേണിംഗ് ആൻഡ് ഇൻ്റർ ജനറേഷണൽ ലേണിംഗ്. ഭാഷയുടെ വൈവിധ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താകമാനം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡൽ സോറ. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ സംവിധാനം വാട്ടർ ബെൽ. തമിഴ്നാട്ടിലെ ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജഡ്ജി ശ്രീപതി. ക്ഷീരവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പടവ് 2024 സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തിന് വേദിയായ ജില്ല ഇടുക്കി. പ്രാദേശിക പ്രതിഭകളെ കണ്ടെത്തി അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുകയും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം.
കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം ഏത് വ്യക്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 2024 COP29 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാക്കു, അസർബൈജാൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ വ്യക്തി ഫാലി എസ് നരിമാൻ. 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി ഫാലി എസ് നരിമാനെ രാജ്യം ആദരിച്ചു. ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. മറ്റ് പ്രധാന പുസ്തകങ്ങൾ: ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത റേഡിയോ അവതാരകൻ അമീൻ സയാനി. റേഡിയോ സിലോണിൽ അവതരിപ്പിച്ച ബിനാക ഗീത് മാല പരിപാടിയാണ് അമീൻ സയാനിയെ പ്രശസ്തനാക്കിയത്. 2009 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത T50. 12.77 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഖാരി സമ്പർ വിഭാഗത്തിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പി.ജെ. ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 പി.ജെ. ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവെള്ളൂർ മുരളി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരം ആന്ദ്രേ ബ്രഹ്മ. 71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യ. 77ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് വേദിയാകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ. രാജഗോപാൽ. പതികാലം എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത്. നീതി ആയോഗിൻ്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിൻ്റെ ATL പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി AI അധ്യാപിക ഐറിസ്. കല്ലമ്പലം കടുവയിൽ KTCT സ്കൂളിലാണ് അധ്യാപന മേഖലയിൽ നിർമ്മിത ബുദ്ധി അധ്യാപിക എന്ന ആശയം നടപ്പാക്കിയിരിക്കുന്നത്. വാത് വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് തുറമുഖ നിർമ്മാണം. മുംബൈ നഗരത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ പാൽഘർ ജില്ലയിലെ ദഹാനു താലൂക്കിലാണ് തുറമുഖം നിർമ്മിക്കുന്നത്. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങൾ ഉച്ചഭക്ഷണമെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. ISRO 2024 ഫെബ്രുവരിയിൽ ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. 2007 ജനുവരി 10-നാണ് കാർട്ടോസാറ്റ് 2 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവികത്താവളം INS ജഡായു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മനോഹർ ജോഷി. 1995 മുതൽ 1999 വരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു. ശിവസേനയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ നേതാവായിരുന്നു മനോഹർ ജോഷി. 2002-2004 കാലത്ത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ ഛായാഗ്രാഹകനും സംവിധായകനുമായ മലയാളി സന്തോഷ് ശിവൻ. ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ. ഗൂഗിൾ പുറത്തിറക്കിയ ഓപ്പൺ AI മാതൃക ഗമ്മ. ഓസ്കാറിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം മികച്ച കാസ്റ്റിംഗ് ഡയറക്ടർ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്, കണ്ണൂർ. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവിക്കുന്ന വിവിധതരം സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച
ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം വി ഹെൽപ്പ്. സോമിൻ സായി എന്ന പരമ്പരാഗത ഉത്സവം നടക്കുന്ന രാജ്യം ജപ്പാൻ. വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ആശാ ശോഭന. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരമായ ആശാ ശോഭന UP വാരിയേഴ്സിനെതിരെയാണ് 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. ഇംഗ്ലണ്ടിനെതിരെ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത് ക്രിക്കറ്റ് താരമാണ് അശ്വിൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ. പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ഹ്യൂമൻ ആൻറ്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ്, ബംഗളൂരു. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് RCC തിരുവനന്തപുരം. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം മൺകുരൽ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനൊപ്പം കൂടുതൽ വിപണി കണ്ടെത്തി പരമ്പരാഗത തൊഴിലാളികളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം. കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്തിൻ്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോ KTX 2024 വേദിയാകുന്നത് കോഴിക്കോട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സമാന്തര സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രമുഖ സംവിധായകൻ കുമാർ സാഹ്നി. ആദ്യ ചിത്രം മായാദർപ്പൺ. 1972 ഒരുക്കിയ മായാദർപ്പൺ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കി. ശ്രദ്ധേയ ചിത്രങ്ങൾ തരംഗ്, ഖയാൽ ഗാഥ, കസ്ബ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 2024 ഫെബ്രുവരി 15-നാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത്. 2024 ഫെബ്രുവരി 22-ന് ഒഡീസിയസ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. ഇൻറ്റൂയിറ്റീവ് മെഷീൻസ് എന്ന കമ്പനിയാണ് പേടകം നിർമ്മിച്ചത്. 1972-ലെ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായി ചന്ദ്രനിലെത്തിയ US പേടകമാണ് ഒഡീസിയസ്. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർടെമിസ് ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഒഡീസിയസിൻ്റെ വിക്ഷേപണം. ഇന്ത്യയുടെ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിൽ വിന്യസിക്കുന്ന MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ ഏത് രാജ്യത്തിൽ നിന്നാണ് വാങ്ങുന്നത്? അമേരിക്ക. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പ്രമോദ് ശങ്കർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിംഗ് ഓർഗനൈസേഷൻ RPTO ആരംഭിച്ച സ്ഥാപനം IIT ഗുവാഹത്തി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉധാസ്. ഗുജറാത്തിലെ ജറ്റ്പൂർ ഗ്രാമത്തിലാണ് പങ്കജ് ഉധാസ് ജനിച്ചത്. അഹഡ് ആയിരുന്നു ആദ്യ ഗസൽ ആൽബം. എന്നുമീ സ്വരം എന്ന മലയാള ആൽബത്തിൽ അനൂപ് ജലോട്ടയ്ക്കൊപ്പം പാടിയിട്ടുണ്ട്. ആലപിച്ച പ്രശസ്ത ഗാനങ്ങൾ ചിട്ടി ആയി ഹേ, ചാന്ദി ജയ് സിരിംഗ്, ചുപ്കെ ചുപ്കെ, യുൻ മേരെ ഖാദ് കാ. 2006-ൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ സഞ്ചാരികൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ്. മലയാളിയായ ബഹിരാകാശ യാത്രികനുൾപ്പെടെ 4 പേരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ 3 പേരാണ് ഗഗൻയാൻ പേടകത്തിലേറി ബഹിരാകാശത്തേക്ക് പോവുക. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട.
കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായത് ജോർട്ടി എം ചാക്കോ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായി ഹബ് ആൻഡ് സ്റ്റോക്ക് മാതൃകയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. എറണാകുളം ജില്ലയാണ് ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. 2024 തീം ഇൻഡിജിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. 1928 ഫെബ്രുവരി 28 ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ സർ CV രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്. ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ഖാൻവിൽക്കർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഇൻഡസ് ആപ്സ് 2. സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇൻജക്ഷനുകളുടെ CME ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകം ആദിത്യ L1. ആദിത്യ L1 പേടകത്തിലെ പേലോഡായ പ്ലാസ്മ അനലൈസർ പാക്കേജ് 4 ആദിത്യയാണ് സൗരവാതത്തിലെ കൊറോണൽ മാസ് ഇൻജക്ഷനുകളുടെ ആഘാതം കണ്ടെത്തിയത്. സൂര്യൻ്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫെറിലേക്ക് പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലങ്ങളുടെയും വലിയ കൂട്ടത്തെ പുറന്തള്ളുന്നതിനെ കൊറോണൽ മാസ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ L1. അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഗോംബസ് സാമൂരിനോറ. സാമൂതിരിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഗോംബസ് സാമൂരിനോറം എന്ന് പേര് നൽകിയത്. 2024 സീസണിലെ FIM ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുറത്തിറക്കിയ കസ്റ്റമൈസ്ഡ് ഇന്ധനം സ്റ്റോം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം സുദർശൻ സേതു ഗുജറാത്ത്. കച്ച് ഉൾക്കടലിലെ ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും ഓഖയെയും ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റേഡ് പാലമാണ് സുദർശൻ സേതു. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം നിക്കോൾ ലോഹി ഈസ്റ്റൺ. നമീബിയൻ താരമായ നിക്കോൾ നേപ്പാളിനെതിരായ മത്സരത്തിലാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 33 പന്തിലാണ് നിക്കോൾ സെഞ്ചുറി നേടിയത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളി നിലവിൽ വന്ന രാജ്യം അൾജീരിയ. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കിയ സംസ്ഥാനം അസം. പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത് നന്ദിയോട് തിരുവനന്തപുരം. പട്ടികവർഗ മേഖലകൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനുമായി ചേർന്ന് സങ്കേതങ്ങൾ കൂൺ കൃഷിയുടെ സമഗ്ര വികസനത്തിനായി കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയനാർഡോ ഡാവിഞ്ചി. കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് കോഡെക്സ് ലെസ്റ്റർ എന്ന ചെറുപുസ്തകത്തിൽ ഉള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.